അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പോലീസ് ക്വസ്റ്റ്യൻസ് തുടരുകയാണ്. ഷമ്മാസ് അതിനെല്ലാം ഉത്തരം പറയുകയാണ്. പക്ഷേ ഷമ്മാസ്, നിങ്ങളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് 10 പവൻ ആഭരണം നഷ്ടപ്പെട്ടിട്ട് പരാതി നൽകിയില്ല? അതായിരുന്നു അവരുടെ പിന്നെയുള്ള ക്വസ്റ്റ്യൻസ്. എന്നാൽ ഷമ്മാസ് അത് കയ്യിൽ കിട്ടിയതാണല്ലോ എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മയറിഞ്ഞാൽ അത് വേണ്ട, അത് കരുതിയിട്ട് മാത്രമാണ് പോലീസിൽ കേസ് കൊടുക്കാതിരുന്നത്. ഷമ്മാസ് പറയുന്നു. പറയൂ ഷമ്മാസ്, എന്താണ് നിങ്ങൾ കേസ് തരാതിരുന്നത്? ഇത്രയ്ക്കും വിലപിടിപ്പുള്ളൊരു മാല നഷ്ടപ്പെട്ടു, നിങ്ങളത് പിന്നെ ക്യാഷ് കൊടുത്തു ജ്വല്ലറിയിൽ നിന്നും നേടിയെടുത്തു. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്. അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. പോലീസിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസ് പറഞ്ഞു, ഒരിക്കലും എൻ്റെ ഉമ്മയുടെ ആഭരണം നഷ്ടപ്പെട്ടത് അറിയരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് കേസ് കൊടുക്കാതിരുന്നത്. പക്ഷേ എനിക്കെൻ്റെ ഉമ്മയുടെ ആഭരണം തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഉമ്മയുടെ സന്തോഷം മാത്രമായിരുന്നു, അല്ലാതെ ഒരിക്കലും മോഷ്ടിച്ചവരെ ശിക്ഷിക്കുക എന്നതായിരുന്നില്ല. ഷമ്മാസ്, വേഗം ആ 10 പവൻ്റെ മാല ഇവിടെ ഹാജരാക്കണം. ഹാജരാക്കിയേ മതിയോ? കാരണം വിശ്വസിക്കാൻ പറ്റില്ല, സ്വന്തം വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ വരെ മോഷ്ടിക്കുന്നവരുമുണ്ട്. എന്നാൽ ഷമ്മാസിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമായി. 1 മിനിറ്റ്, ഞാനിപ്പോൾ സാധനം ഇവിടെ എത്തിക്കാം. അപ്പോൾ തന്നെ അതാ മുഹ്സിൻ തങ്ങളെ വിളിക്കുന്നു. ഹലോ തങ്ങളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ള. ഷമ്മാസ് എവിടെ? സർ, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലോ? അതെന്താ? അത് നമ്മുടെ അന്നത്തെ ആഭരണത്തിൻ്റെ അത് ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതികളും ഇവിടെയുണ്ട്. പക്ഷേ ആ മാലയുടെ കാര്യം, 10 പവൻ്റെ മാല എന്നോട് എടുക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ആ ഷാമോൻ, ഞാനിവിടെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നാണ് കൊണ്ടുപോയി കൊടുത്തത്. അത് ഉമ്മ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴാണെങ്കിൽ റേറ്റ് കൂടുതലുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് എത്തിച്ചേരാം. അപ്പോൾ തന്നെ മുഹ്സിൻ തങ്ങൾ അതാ താൻ വിൽക്കാൻ വിചാരിച്ച ആ ഒരു ജ്വല്ലറിയിൽ പോയി. അതെ സർ, ആ മാല ഒന്ന് തരണം, അതിൽ 10 പവൻ്റെ മാല. ഓക്കെ, ആ ഒരു ക്യാഷ് മാല ഉണ്ടല്ലോ, ആ തങ്ങളെ ഇതാ കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിതൊന്നും തൂക്കി റെഡിയാക്കിയിട്ടില്ലായിരുന്നു. ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ അതാ മുഹ്സിൻ തങ്ങൾ മാലയുമായി പോകുന്നു സ്റ്റേഷനിലേക്ക്. മുഹ്സിൻ തങ്ങളെ കണ്ടപ്പോൾ തന്നെ അവിടുത്തുകാർക്ക് ഒരു ബഹുമാനം. അവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. ഷമ്മാസ് എവിടെ? ഷമ്മാസ്, ഇതാ മാല. സർ, ഇതാ മാല. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി? മുഹ്സിൻ തങ്ങളോടുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, ഇത് ഇവൻ്റെ ഉമ്മയുടെ മാലയാണ്. ഉമ്മ പള്ളി ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണങ്ങളെല്ലാം എനിക്ക് തന്നത്. അപ്പോൾ അത് എൻ്റെ കൈകളിൽ തന്നു, ഞാനത് വിറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട്, പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെ. എല്ലാവരും കൂടെയും ചുറ്റുകളൊന്നും ഇല്ലല്ലോ. പോലീസിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ മുഹ്സിൻ തങ്ങൾ നിശബ്ദനായി നിന്നു. എന്നാൽ ഷമ്മാസ്, സാറേ, ചുറ്റിക്കളിക്ക് ഇപ്പം ഞങ്ങൾക്ക് ഒരാളെ സ്വർണം എടുത്തുകൊണ്ട് വേണ്ട, അധ്വാനിച്ച് ഞങ്ങൾ നേടിയെടുക്കും. അതേ ശീലമുള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ ആഭരണങ്ങൾ കൊണ്ട് കളിച്ച് ഞങ്ങൾക്ക് ശീലമല്ല. ഷമ്മാസിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവർ നിശബ്ദത പാലിച്ചു. ഷമ്മാസ്, പോകാൻ വരട്ടെ, ഇദ്ദേഹത്തോട് പോകാൻ പറയൂ. തങ്ങളെ, എന്നാൽ നിങ്ങൾ... പെട്ടെന്ന് മുഹ്സിൻ തങ്ങൾ, അല്ല സാറേ, നിരപരാധികൾ എന്തിനെങ്ങനെ വിളിച്ച് ഇത്രയും ടൈം പോലീസ് സ്റ്റേഷനിൽ? അതെ, ഒരുപാട് തെളിവുകളുണ്ട്, അതൊക്കെ തെളിയിച്ചിട്ട് മാത്രമേ വിടുകയുള്ളൂ. തങ്ങളെ, നിങ്ങൾ പോയിക്കോളി, ഞാൻ വരാം. ഷമ്മാസിനെ അവിടെ ഇട്ടിട്ട് മനമില്ലാ മനസ്സോടു കൂടി അദ്ദേഹം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അതാ സ്റ്റേഷനിലേക്ക് തിരിച്ചു കയറി നേരെ ലോക്കപ്പിൽ കിടന്ന 2 സ്ത്രീകളെ നോക്കി. ശരിക്കും മുഹ്സിൻ തങ്ങളെ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ മുഖം മറച്ചു. എന്നാൽ മുഹ്സിൻ തങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക്, സഹോദരിമാരെ, ചെയ്തത് ചെയ്തു, ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ഇനി ചെയ്യല്ലേ. കണ്ടില്ലേ, ആകെ മാനം കേടുന്ന കേസാണ്. ഷമ്മാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാതിരുന്നത്, അല്ലാതെ ആളറിയാനിട്ടൊന്നല്ല. പിന്നെ അവൻ പറഞ്ഞു, നഷ്ടപ്പെട്ടത് കിട്ടുകയാണെങ്കിൽ ആരെയും മാനം കെടുത്തണ്ട. അവൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. പക്ഷേ മേലെ ഒരാളുണ്ട്, എല്ലാം കാണുന്ന കേൾക്കുന്ന, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെയല്ലേ. അതാണിപ്പോൾ സംഭവിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മോഷണങ്ങൾ നടക്കുന്നിടത്തോളം കാലം എത്രമാത്രം നടത്തി അത്ര നിങ്ങൾ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് മുഹ്സിൻ തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. സത്യം പറഞ്ഞ റാഹിലക്കും
ഷെറീനക്കും അത് വല്ലാത്തൊരു ഷോക്കേറ്റ് പോലെയായി. മുഹ്സിൻ തങ്ങളും അതറിഞ്ഞു. നമ്മൾ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി. വല്ലാത്തൊരു ഇത്, ആകെ നാണക്കേടിലായിപ്പോയി. ഷമ്മാസ് പറയൂ, എങ്ങനെയാണ് ആ സ്വർണ്ണാഭരണം തോട്ടത്തിലെത്തിയത്? തോട്ടത്തിലോ? എനിക്കറിയില്ല തോട്ടത്തിലെത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എൻ്റെ ഉമ്മയുടെ ആഭരണപ്പെട്ടിയിൽ നിന്നാണ് എടുത്തതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതും എനിക്ക് തെളിയിച്ച് പറയാൻ കഴിയില്ല. പെട്ടെന്ന് റാഹിലയുടെ അരികിലേക്ക് അതാ പോലീസ്. പറയടി, എങ്ങനെ തോട്ടത്തിൽ നിന്ന് ആഭരണം കിട്ടി? തോട്ടത്തിൽ നിന്ന് ആഭരണം കിട്ടിയത് അതിനി ആ വീട്ടുകാരനെ കൊണ്ടുവന്നിട്ടതാണോ അറിയില്ല. അവൾ പറഞ്ഞ അതിൻ്റെ പേരിലാണ് ഷമ്മാസിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. എന്നാൽ ഈ സമയം ഷമ്മാസിന് സ്റ്റേഷനിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തങ്ങ് മടുത്തു. സാറേ, എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി വന്നതായിരുന്നു അവരുടെ നിസ്സഹായതയും അവരുടെ കരച്ചിലും കണ്ണീരും കണ്ടപ്പോൾ എൻ്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് അവളെ ഇവിടെ ജോലി കൊടുക്കാം എന്നുള്ളത്. പക്ഷേ ഇത്തരം ചെറ്റത്തരങ്ങൾ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഞങ്ങൾ വിശ്വസിച്ച് അവരെ സഹായിക്കാമെന്ന് കരുതിയിട്ടാണ് വീട്ടിൽ നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തവരൊക്കെ വീട്ടിൽ നിർക്കാനുള്ള അധികാരം തന്നത്? നിങ്ങൾക്ക് അവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ആളെ നിർത്തിയത്. പക്ഷേ എന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഷമ്മാസ് വികാരനിർഭരമായി പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാം, പലതും പറയും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട്. ഭാര്യയെന്നോ ഗർഭിണിയെന്നോ അങ്ങനെയൊക്കെ. സാർ എന്താണ് ഉദ്ദേശിച്ചത്? ഷമ്മാസ്, ഇതൊരു നിസ്സാര കേസല്ല. ഇത് അത്യാവശ്യം തുമ്പുകൾ ഇതിന് കിട്ടുവാനുണ്ട്. അതിന് അല്പം കൂടി ചോദ്യം ചെയ്യൽ നിങ്ങളിൽ ആവശ്യമുണ്ട്. പെട്ടെന്നാണ് ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഷമ്മാസ് ഫോൺ എടുത്തു നോക്കി. അല്ലാ, ഉമ്മയാണല്ലോ. ഹേയ് മിസ്റ്റർ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യോ? ചോദ്യം ചെയ്യുന്നതിനിടയിലാണോ നിങ്ങളുടെ ഒരു ഫോൺ ബെല്ലടിക്കുന്നത്? ഷമ്മാസ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അതെ, ഉമ്മയാണ്. എന്താണാവോ? ഷമ്മാസിൻ്റെ മനസ്സിൽ അത് സർ, എൻ്റെ ഉമ്മയാണ്. ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും വേണ്ടില്ല, ഇവിടെ ഇതിനകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഷമ്മാസ് മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, എന്താണാവോ എൻ്റെ നുസി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ നുസൈബക്ക് പെയിൻ തുടങ്ങിക്കഴിഞ്ഞു. അതെ, അവൾക്ക് എന്തൊക്കെയോ വല്ലായ്മ വരുന്നുണ്ട്. ഇത്താത്ത, മോളെ എന്തു പറ്റി? ഇത്താത്ത. സമീറ നേരെ അതാ നുസൈബയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. എന്തു പറ്റി മോളെ? എന്താ? ഇത്താത്ത, എൻ്റെ ഒരു ഭയങ്കര വേദന. മോളെ, അല്ലാ മോളെ, ഈ വെള്ളം കുടിക്കുക. എന്നാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മതി. മോൾക്ക് എന്താ? എന്തെങ്കിലും ആവുന്നുണ്ടോ? ഉമ്മയെ വിളിക്കട്ടെ? വേണ്ട, ഉമ്മയൊപ്പം തന്നെ വിളിക്കണ്ട. പിന്നെന്താ? മോളൊന്ന് ഇരുന്ന് നോക്ക്. കഴിയുന്നില്ല. ഉമ്മയെ വിളിക്കട്ടെ കേട്ടോ. സമീറക്കും പേടിയായി. ഉമ്മ നിസ്കരിച്ചിരിക്കുമായിരുന്നു. അല്ല, ഉമ്മ നിസ്കരിക്കുകയാണല്ലോ. റബ്ബേ, മോളെ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല ഇത്ത. നുസൈബ കരയുവാൻ തുടങ്ങി. അല്ലാ, ഉമ്മ നിസ്കരിച്ചു കഴിഞ്ഞോ? ഉമ്മ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മോളെ എന്താ? നുസിക്ക് എന്തൊരു പെയിന് തുടങ്ങുന്നുണ്ട് തോന്നുന്നുണ്ട്. പടച്ച റബ്ബേ, വേഗം ഷാമോനെ അതാ ഉമ്മ വിളിക്കുകയാണ്. റബ്ബേ, ഈ കുട്ടിനോട് ഞാൻ പറഞ്ഞോളെ, ഈ 10 തേഞ്ഞ് നിൽക്കണ നേരത്തെ അങ്ങനെ പോവല്ലേന്ന്. അപ്പോഴായിരുന്നു ഉമ്മ വിളിച്ചത്. പക്ഷേ അവൻ ഫോൺ എടുത്തില്ല. എൻ്റെ പൊന്നാര ഷമ്മാസേ, എന്താണത് ഇങ്ങനെ? ആ റുക്കിയാത്ത പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും പെയിന് വരുമ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട്? പൊന്നു മോളെ, എനിക്കാകെ പേടിയാണ് റബ്ബേ. അല്ലാ. ഷമ്മാസിനെ വീണ്ടും വിളിച്ചില്ല. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ റബ്ബേ, എൻ്റെ പൊന്നാരൻ്റെ ഷമ്മാസെ, എന്തിനാണ് ഇതിങ്ങനെ കാട്ടണത്? ഉമ്മ കരയുകയാണ്. അല്ലാ. നുസൈബ അതാ ജനലുടെ കമ്പി പിടിച്ചുകൊണ്ട് തൂങ്ങുകയാണ്. അല്ലാ, പഠിച്ചോനെ, ഉമ്മ ആ റുക്കിയാത്താൻ്റെ നമ്പർ ഒന്ന് എടുത്താണി വേഗം. എന്നാ മോളെ, എനിക്ക് വിറച്ചിട്ട് വിളിക്കാൻ കഴിയണില്ല.
എന്നാ മോളെ. സമീറ പെട്ടെന്ന് തന്നെ അതാ വിളിക്കുന്നു. ഉമ്മ, എന്താ ഉമ്മച്ചി പറ്റിയത്? ഇത്തത്തൊക്കെ എന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പറയാം മോളെ. അപ്പോൾ തന്നെ അതാ നേരെ നമ്പർ എടുക്കുന്നു. റബ്ബേ, നമ്പർ തിരഞ്ഞിട്ടാണെങ്കിൽ കിട്ടണമില്ല റഹ്മാനെ. അല്ലാഹുവേ പഠിച്ചോനെ. അല്ല, ബെല്ലടിക്കണില്ലല്ലോ പഠിച്ചോനെ. നുസൈബക്ക് എന്തേ പറ്റൂ? ബെല്ലടിക്കണ്ട് പഠിച്ചോനെ. ഹലോ, ഇത് റുക്യാത്തല്ലേ? റുക്യാത്ത, ഇങ്ങളൊന്ന് വേഗം വരി. മോളെ എന്തേ? ഓൾക്കതേ തുടങ്ങിക്കണോ? ഓൾക്ക് എന്തൊക്കെയോ ഒരു പെയിന് വരുന്നുണ്ട്. ജനൽ കമ്പിമ്മലൊക്കെ പിടിച്ച് തൂങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പം അങ്ങോട്ട് വരേടി. ഞാനിപ്പോൾ മരിച്ചോടത്തേക്ക് വന്നതാണ്. ഞാൻ അപ്പം അങ്ങോട്ട് വരാം. അപ്പോൾ തന്നെ റുക്യാത്ത അതാ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് എത്തുകയാണ്. പഠിച്ചോനെ റബ്ബേ, എന്തൊക്കെയാവോ. ഒന്നാമത്താണ്, അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് അതാ റുക്യാത്ത വേഗം അവരുടെ വീട്ടിൽ എത്തി. മോളെ, വാതിൽ തുറന്നെടുത്താളാ. ഉമ്മാക്ക് കയ്യും കാലും കുഴഞ്ഞിട്ട് എണീറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഉമ്മ, എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. വേഗം അവൾ വാതിൽ തുറന്നു. റുക്യാത്ത, ഇങ്ങോട്ട് കയറിക്കോളി. എപ്പോഴേ തുടങ്ങി? ഓളിപ്പം നേരെ പറഞ്ഞത്. എപ്പോൾ തുടങ്ങിക്കണാവോ മോളെ? നുസൈബ, ഉമ്മ ഇട്ടേക്കണോ? ഇങ്ങോട്ട് വന്നാണി മാരെ കുട്ടി, ഇവിടെ വന്നാണി. നോക്കട്ടെ. ഒന്നും പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. അല്ല ഐശോ, എന്താ ഇപ്പം ഇത് കഥ? 3-4 പെറ്റ അനക്ക് ചിത്ര പേടിച്ച് വരച്ച് നിൽക്കണെന്താ? എനിക്ക് സമാധാനമില്ല. എൻ്റെ മോനെ വിളിച്ചിട്ട് കിട്ടണില്ല. മോനെന്തിനാ വിളിക്കണ? ആശുപത്രി കൊണ്ടുപോകാനോ? അതിനായിരിക്കുമല്ലേ? ഒരു കുഴപ്പമില്ല. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടായാലും എന്താ പോലും 1-2 അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. പിന്നെ ഒരു ട്യൂബിടലും, പിന്നെ നടന്നില്ല ഒരു ഓപ്പറേഷൻ. അതിനല്ലേ എന്താ ഇപ്പം അത്ര പേടിക്കേണ്ട ആവശ്യം? പ്രസവം എന്ന് പറഞ്ഞാൽ അത്ര പേടിയുള്ള കേസാ? മനുഷ്യന്മാർക്ക് പഠിച്ചോ അള്ളാഹു നൽകിയതല്ല അതൊക്കെ. നുസിയെ നോക്കട്ടെ. അവളുടെ വയറ് ഒന്നായിട്ട് അതാ റുക്യാത്ത തൊട്ട് നോക്കുന്നു. ഇല്ലില്ല, കുട്ടീനെ കിടപ്പും എന്തൊക്കെ ഒന്നും കുഴപ്പമില്ല. ഒരു പേടിയും പേടിക്കണ്ട. അപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവിടെ കട്ടെ നല്ല ഒന്നിങ്ങനെ നടന്നോളി. എടി, കുറച്ച് വെള്ളം കൊടുന്നു വെച്ചാളെ. വേർത്തുകൊണ്ട് ഒഴുകുമ്പോഴേ വെള്ളം കുടിക്കുക. ഭാഗ്യത്തിന് റുക്യാത്ത അവിടെ എത്തിയപ്പോൾ ഉമ്മാക്ക് അല്പം സമാധാനം. റുക്യ, എടി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ താത്ത കുഴപ്പം? നിങ്ങൾ 3-4 പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിക്കണോ? ഞാൻ പറഞ്ഞിക്കണല്ലോ, എനിക്ക് പറ്റുന്നതാണ് ഞാൻ പറയും. നുസൈബക്ക് ഒരു കുഴപ്പമില്ല. ഓൾക്ക് വേദന വരട്ടെ. വരണല്ലുള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ, വരട്ടെ. ആദ്യത്തെ 12 മണിക്കൂർ എന്നൊക്കെ പറച്ചില്ലേ. പണ്ടത്തെ കാലത്താണെങ്കിൽ 2-3 ദിവസമൊക്കെ നിന്നിനു. ഇപ്പം പിന്നെ നമുക്ക് നോക്കുക. എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയൂല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും. കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അതും പറയും. എടി, ഒന്നും കുഴപ്പമാവില്ലല്ലോ. എന്ത് കുഴപ്പം? പഠിച്ചവനോട് ദുആ ചെയ്യേ. നഫീസത്ത് ബീവിൻ്റെ പേരിൽ യാസീൻ ഒതുക്കൂടി. അപ്പോൾ തന്നെ സമീറയും അതാ ഉമ്മയും നഫീസത്ത് ബീവിയുടെ പേരിലും മറിയം ബീവിയുടെ പേരിലൊക്കെ യാസീന് ഓതുന്നു. മോളെ, യാ ലത്തീഫ് യാ സലാം അത് ചൊല്ലിക്കോ. നുസൈബയോട് അതാ റുക്യാത്ത പറഞ്ഞു കൊടുക്കുന്നു. യാ ലത്തീഫ് യാ സലാം ചൊല്ലിക്കോ, നല്ലോണം ചൊല്ലിക്കോ. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അതും ചൊല്ലിക്കോ. പിന്നെ ആ മറിയം പൂവ് ഉണ്ടേടെ എടുത്ത് വെള്ളത്തിലിട്ടാലടി. അപ്പോഴേക്കും ഉമ്മ മറിയം പൂവ് എടുത്തു കൊടുത്തു. അതാ സമീറ അത് വെള്ളത്തിലിട്ടു. അത് കണ്ട് വിരിഞ്ഞു വരുമ്പോൾ അവളെ പ്രസവം കഴിയും. ഇത് നോക്കണ്ടേ. അല്ലാ റബ്ബേ, നുസിൻ്റെ അമ്മാനൊന്നും ഇവരെ അറിയിച്ചിട്ടില്ല. എൻ്റെ കുട്ടീനെ കിട്ടണമല്ലോ. ഷമ്മാസിനെ വീണ്ടും വിളിച്ചു നോക്കി. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നുസൈബക്ക് പ്രസവ വേദന. ഷമ്മാസ് പോലീസ് സ്റ്റേഷനിൽ. റബ്ബേ, ആ ഫോണ് എന്തിനായിരിക്കും എൻ്റെ ഉമ്മ വിളിച്ചത്? ഷമ്മാസ് ആകെ വിയർത്തു പോവുകയാണ്. എന്താ ഷമ്മാസ് ഇങ്ങനെ വിയർക്കുന്നത്? നിങ്ങൾ തെറ്റുകാരനായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കില്ലേ വിയർക്കുന്നത്? അല്ല, എൻ്റെ ഉമ്മ വിളിച്ചത് ഒരു പക്ഷേ എന്ത് അർജൻറ്റ് കാര്യത്തിനായിരിക്കും. അങ്ങനെ വിളിക്കും. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് മൊബൈൽ ഫോൺ അടുപ്പിക്കാൻ തന്നെ പാടില്ല. നിങ്ങളുടെ കയ്യിൽ അത്രയും സമയം ഇവിടെ ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതിങ്ങനെ ഫോൺ അടിക്കുന്നത് എന്താ തീരെ അച്ചടക്കില്ലാത്ത സ്ഥലം പോലെ? ഒരു കാര്യത്തിനെ കുറിച്ച് വിശദമായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണ് അത് അകത്തേക്ക് തന്നെ കയറ്റുന്നത് ഇവിടെ പറ്റൂല. ആ ഒരു പോലീസിൻ്റെ വാക്ക് കേട്ട് ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, അവൻ അതിനൊന്നുമല്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൾക്ക് ഡേറ്റ് ഈ മാസം ഇതാ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ.
കഴിഞ്ഞു. 30-ാം തീയതി അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞതാണ്. 29, ഇന്ന് 28. റബ്ബേ അല്ലാ, ഷമ്മാസിനെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അതെ, എന്താണ് നിങ്ങൾക്ക് ഈ സ്വർണത്തിനെ കുറിച്ച് എന്താ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചെന്നാൻ വെച്ചിട്ടുണ്ടോ? വീണ്ടും ആ ഒരു ചോദ്യം ഷമ്മാസിന് ഉത്തരം പറയാൻ തന്നെ കഴിയുന്നില്ല. കണ്ടില്ലേ, കള്ളലക്ഷണം പൊളിയുന്നുണ്ട്. എന്താ നിങ്ങൾ കറക്റ്റ് ഉത്തരം പറയാത്തത്? എന്നാൽ അതിനിടയിൽ റാഹില ഒരു കാര്യം അവിടെ പറഞ്ഞിരുന്നു. ഷമ്മാസാണ് ഞങ്ങൾക്ക് സ്വർണം എടുത്തു തന്നത് എന്നുള്ളത്. അതെ, ഒരിക്കൽ പോലും ഷമ്മാസ് പ്രതീക്ഷിക്കാത്ത ഒരു കള്ളത്തരം അവരെവിടെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഷമ്മാസിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നു. എങ്ങനെയാണ് തോട്ടത്തിൽ നിന്ന് അവർക്ക് സ്വർണം കിട്ടിയത്? അത് അവിടെ ആരെത്തിച്ചു? എന്തിനു വേണ്ടി എത്തിച്ചു? അതിനുള്ള ഉത്തരം ഷമ്മാസ് പറയണം. ഷമ്മാസിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. സർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് കാര്യങ്ങളെല്ലാം. എങ്ങനെ അവിടെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മയുടെ ആഭരണ പെട്ടിയിലായിരുന്നു അതെല്ലാം. അത് തോട്ടത്തിലെത്തിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സർ, എനിക്ക് പോകണം. എനിക്ക് എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട്. ഓഹോ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് ശരിയല്ല. ഷമ്മാസിൻ്റെ ഹൃദയം ആകെ ടെൻഷൻ കൂടുന്നു, വിയർത്തൊഴുകുന്നു, എന്തൊക്കെയോ ആകുന്നു. റബ്ബേ അല്ലാ, എൻ്റെ ഉമ്മ. സർ, നിങ്ങളെ ഫോണെങ്കിലും ഒന്ന് തരി. എനിക്കൊന്ന് വിളിച്ചു നോക്കാനാണ് എൻ്റെ വീട്ടിലെ സ്ഥിതി അതീവ അത്യാസന്നമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും രക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഇത് പോലീസ് സ്റ്റേഷനാണ്, അത് മറക്കരുത്. ഷമ്മാസിനെ ഒരു നിലക്കും അവർ വിട്ടയച്ചില്ല. ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം നുസൈബക്ക് അതാ ലേബർ പെയിൻ കൂടിക്കൂടി വരികയാണ്. അവൾ അതാ ഉമ്മ എന്ന് വിളിച്ച് കരയുവാൻ തുടങ്ങുകയാണ്. പൊന്നുമോളെ, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ ഒരു ഉമ്മമാരൊക്കെ ആവുമ്പോൾ? അങ്ങനെയൊന്നല്ല, നമ്മളിങ്ങനെ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് വിടിട്ടോ, അല്ലാതെ ശബ്ദം ഇങ്ങനെ വരല്ല കേട്ടോ. പൊന്നുമോളെ, ഒന്നും പേടിക്കണ്ട. മോൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ കഴിയും. ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട് കഴിഞ്ഞോട്ടെ. കാരണം ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കഴിയുന്നത്ര വെള്ളം അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചോ. അതുപോലെ വല്ലാതെ വിഷക്കുന്നുണ്ടെങ്കിലും മോള് പറയട്ടോ. എപ്പോൾ തുടങ്ങിയതാ മോളെ? രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിലാണല്ലോ ഈ രീതിയിൽ ഇപ്പം എത്തണമെങ്കിൽ. അത് ചെറുതായിട്ട് അതറിയില്ലായിരുന്നു. ആദ്യത്തെ ആയതുകൊണ്ട് അറിയില്ലായിരിക്കും കേട്ടോ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. മോളുടെ ഭർത്താവ് എവിടെ? ഷമ്മാസ് എവിടെ? ഷമ്മാസ് പുറത്തേക്ക് പോയതാണ്, വന്നിട്ടില്ലല്ലോ ഇതുവരെയായിട്ട്. കുറച്ച് സമയം നിൻ്റെ കൂടെ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ നിനക്കൊരു ആശ്വാസമായിരുന്നു. ഇപ്പോഴത്തെ ഈ പ്രസവവും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ, ഭർത്താക്കന്മാർ കൂടെ ഉണ്ടാകും. ഭർത്താക്കന്മാരെ കൂടെ നിർത്തുമ്പോൾ അവർക്കൊരു ആശ്വാസമാണത്. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഷമ്മാസിനെ ഓർമ്മ വരികയാണ്. ഒന്ന് വിളിച്ചു നോക്ക് മോളുടെ ഫോണിൽ നിന്ന്. ഒരു വേദന കഴിഞ്ഞ് നിന്നപ്പോൾ അവൾ ഫോൺ എടുത്തു. അല്ലാ, ഷാമോൻ എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറ്റി മോളെ? സാരല്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വരും, ഇടയ്ക്കങ്ങോട്ട് നിൽക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. ചിലത് പെട്ടെന്ന് വലിയ വേദന വന്നാൽ പ്രസവിക്കും. ഇതിങ്ങനെ ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് വരികയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ, പേടിക്കണ്ട. ഞാൻ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ ഇതെടുത്തതാണ്. മോൾ ഒരു പേടിയും പേടിക്കണ്ട. അല്ലാ, യാ ലത്തീഫ് യാ സലാം, യാ ലത്തീഫ് യാ സലാം. അതിങ്ങനെ ചൊല്ലിക്കോലിട്ടോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റുക്യാത്തയും ഒരു ഭാഗത്ത് നിന്ന് ചൊല്ലുന്നുണ്ട്. സമീറയും ഉമ്മയും അതാ യാസീൻ ഓതുന്നു. നഫീസത്ത് ബിയുടെ പേരിലും മറിയം ബിയുടെ പേരിലൊക്കെ ആയിട്ട്. അല്ലാഹ് പഠിച്ചോനെ. റുക്യ എടി, റുക്യ. എന്തേ ഷോ? റുക്യ, ആശുപത്രിക്ക് കൊണ്ടുകൊണ്ട് വരുമെടി. എനിക്ക് ബേജാറാണ്. എൻ്റെ പൊന്നാരെൻ്റെ ഐഷുമ്മ, വല്ലാത്ത ധൈര്യക്കാരത്തി തന്നെയാണല്ലോ നിങ്ങൾ. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് ധൈര്യമാണല്ലോ, ഇതിലെന്ത് ധൈര്യം പോയത്? അല്ല, എനിക്കടി എന്തൊക്കെ ഒരു ബേജാറ് മനസ്സൊക്കെ തോന്നാണ്. ആശുപത്രിയിൽ പോയെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ, പ്രസവം വേഗം ആവുമോ? കിട്ടും, കുട്ടിനെ വേഗം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യും. അല്ലെങ്കിൽ ഇത് പിന്നെ മരുന്നാണ്ട് കയറ്റും. മരുന്ന് കയറ്റി കഴിഞ്ഞാൽ ഒന്നായിട്ട് പൊട്ടിപ്പൊള്ളിനെ വേദന ആയിരിക്കും. അത് മാത്രമല്ല, പിന്നെ അത് കണക്കിലേറെ പെട്ടെന്നുള്ള ചെയ്യിപ്പിക്കാൻ വേണ്ട കുട്ടി വന്നതിൻ്റെ അടയിലേക്കാരം. അത് പറ്റൂല. നമുക്ക് പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള വേദന മതി.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രസവവേദന എങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് അതുപോലെ വരട്ടെ. അങ്ങനെ വന്ന് വന്ന് പ്രസവിക്കട്ടെ. അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രസവം. ആരോഗ്യവാനായ കുഞ്ഞുണ്ടാവും. മറ്റേത് ഇത് പ്രഷർ കൊണ്ട് കൊടുത്തുകാണ്ടേ ഗ്ലൂക്കോസിന് മരുന്നിട്ട് ഇങ്ങോട്ട് കൂടിപ്പിച്ചും. എന്നിട്ട് കുട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് കറങ്ങി വരലും അത് ഇവിടെ കുടുങ്ങലും ഓപ്പറേഷനും എല്ലാം കൂടി ആകും. അതിന് മാണ്ടല്ലോ. നുസൈബക്ക് ഒരു കുഴപ്പമില്ല. അവൾക്ക് നേരായ വഴിയുണ്ട്. ഇജ്ജ് ഒന്നും കൊണ്ട് പേടിക്കല്ലേ. റുക്കിയ എടി എന്തെങ്കിലും ആയ ബേജാറാണേ. എൻ്റെ കുട്ടിയാണ് ഇങ്ങോട്ട് വരുന്നില്ല. എൻ്റെ കുട്ടീനെയും കാണാനില്ല. ഫോൺ സ്വിച്ച് ഓഫാണ്. ഉമ്മ ആകെ ടെൻഷനായി കരയുകയാണ്. റബ്ബേ അല്ലാ. ഉമ്മ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ്. നുസൈബ ആ റൂമിൽ തന്നെയാണ്. നുസിയെ കുറച്ച് വെള്ളം കുടിച്ചാൽ നന്നായിട്ട് വേർക്കുണ്ട്. അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇതിൽ പെട്ടതന്നല്ലേ. നമുക്കിപ്പോൾ ഇതൊക്കെ അറിയണമല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ പിടിച്ചിർത്തിക്കണം. അല്ലെങ്കിൽ പോകാം. പോയിക്കാണ്ടെന്ന് ആശുപത്രിയിൽ പോയി പോലെ ഗ്ലൂക്കോസിൽ മരുന്നാണ്ടിട്ട് പൊട്ടിപ്പൊളിൻ്റെ വേദനയും സഹിച്ച് ഇങ്ങോട്ട് ഇടങ്ങാറായി ആ ബെഞ്ചുമ്മ കിടന്ന് കുറേ ഇടങ്ങാറായി നിൽക്കുമാണ്. പിന്നെ അവസാനം ഒരു ലാസ്റ്റ് പറയും ഓപ്പറേഷൻ. പിന്നെ അതിൻ്റെ വേദനയും എല്ലാം കൂടി ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. എന്താ വെള്ളം കുറച്ച് കുടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാ ഇല്ല, ഒന്നും പേടിക്കണ്ട കേട്ടാ. ഒന്നും പറ്റൂല. യാ ലത്തീഫ് യാ സലാം, യാ ലത്തീഫ് യാ സലാം. നമ്മൾ പഠിച്ചവനാടാ പറയണതേ. യാ ലത്തീഫ് യാ സലാം. അതങ്ങനെ ചൊല്ലിക്കോടി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പഠിച്ചവനെ അല്ലാ നീ എളുപ്പമാക്കി കൊടുക്ക്. ഈ സമയം ഐഷുമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ റഹ്മാനെ പഠിച്ചോനെ പ്രസവിച്ചു എന്നുള്ളൊരു വാക്ക് നീ കേൾപ്പിച്ചു കൊണ്ടല്ലാ. ഐഷോ ഇജ് ബേജാറാകല്ലെങ്ങനെ. റുക്കിയ നമുക്ക് ആശുപത്രിക്ക് പോയാലോ? ആശുപത്രിക്ക് പോയാലോ? എന്തത് വേഗം കഴിയുന്നാ എൻ്റെ വിചാരം? എന്തിനാണ് ആ കുട്ടിനെ വെറുതെ ഇടങ്ങാറാക്കണത്? ഞാൻ അതാ പറയണ, ഒരു കുഴപ്പമില്ല. നല്ല മട്ടത്തിന് ഇതാ ഇങ്ങോട്ട് എത്തി തുടങ്ങിക്കണേ. ഇജൊന്നും കൊണ്ടും വിഷമിക്കല്ലേ. എന്നാൽ ഈ സമയം ഷമ്മാസ് പോലീസിനോട് പറയാണ്, സാർ എനിക്ക് പോകണം അത്യാവശ്യമായി എൻ്റെ വീട്ടിലേക്ക്. എനിക്ക് വീട്ടിലേക്ക് പോയേ തീരൂ. കാരണം എനിക്ക് അത്രക്കും അർജൻറ്റ് കേസിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഉമ്മ വിളിച്ചത്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ കസ്റ്റഡിയിൽ വെച്ചതിന് ഞാൻ അതിനുള്ള നടപടിയെടുക്കും. അതായത് ഒരാളെ ഒരു കാര്യവുമില്ലാതെ ഇവിടെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരാതി തരികയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ഉമ്മയുടെ നഷ്ടപ്പെട്ട സ്വർണ്ണമാല ഞാൻ കാണിച്ചു തരികയും ചെയ്തു. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ? അപ്പോൾ നിങ്ങളാണ് തോട്ടത്തിൽ മാല കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞത് അവളാണല്ലോ. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിത്തെരിച്ചു. എന്ത്? ഞാനോ? ഷമ്മാസ് ശക്തിയോട് കൂടി നേരെ റാഹിലയുടെ അരികിലേക്ക്. റാഹില, നീ എന്തീ പറയുന്നത്? ഞാനാണ് തോട്ടത്തിൽ മാല കൊണ്ടുവന്നിട്ടോന്നല്ലോ അങ്ങനെ പറഞ്ഞോ നീയെ? അത് അത് ഞാന്. പിന്നെ നിനക്ക് എവിടെ നിന്നാണ് ആ മാല കിട്ടിയത്? ഉമ്മയുടെ ആ ആഭരണപ്പെട്ടിയിൽ നിന്ന് നീ മോഷ്ടിച്ചതല്ലേ അല്ലേ? ഷമ്മാസിന്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ റാഹിലാക്ക് ഉത്തരം മുട്ടി. സാറേ കണ്ടില്ലേ, ഒരാൾ പറഞ്ഞൊന്ന് കേട്ടുകാട്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇടങ്ങാറാക്കുന്നത് ശരിയല്ല. സാർ എനിക്ക് പോകണം. എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ വീട്ടിലെത്തണം. അഥവാ ഞാൻ എത്താതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറേ നിങ്ങളെ പേരിൽ ഞാൻ പരാതി കൊടുക്കും. അത് കേട്ടപ്പോൾ ശരിക്കും ആ സാറന്മാരും ഞെട്ടിപ്പോയി. അവരെ വിട്ടയച്ചേക്കും. അവനിപ്പോൾ എന്തിനാ? മോഷ്ടാക്കൾ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങളും തെളിവും കാര്യങ്ങളൊക്കെ അവൾമാരോട് ചോദിക്കാം. ഇത് കേസ് വേറെയാണ്. ഇത് കാരണം വെറുതെ ഒരാളെ കസ്റ്റഡിയിൽ വെക്കുന്നത് ശരിയല്ല നിയമപ്രകാരം. കാരണം ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. പിന്നെ ഇപ്പോൾ ഒരാൾ സ്വർണം വാങ്ങി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. ഷമ്മാസിന് പോകാം. ഷമ്മാസ് ഒരു നിമിഷം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അതെ ഫോണ് ഇനി ഫോണ് കിട്ടിയിട്ട് വലിയ ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞും കൊണ്ട് ഷമ്മാസ് ഇറങ്ങി തൻ്റെ വാഹനത്തിൽ കയറി ഫോൺ ഓൺ ചെയ്തു. നേരെ ഉമ്മാക്ക്. ഹലോ ഉമ്മ. എവിടെയാണ് ഷമ്മാസ്? ഇതിൻ്റെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഈ നേരം നടക്കണത്? എന്തോ ഉമ്മ? ഒന്നുമില്ല. ഉമ്മാക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് അങ്ങനെ വന്നു. എന്താവോ? നേരെ അതാ ഷമ്മാസ് വീട്ടിലേക്ക് വളരെയധികം സ്പീഡിൽ എത്തുന്നു. വീടിൻ്റെ മുൻഭാഗത്ത് അറിയാത്ത ഒരു ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ഷമ്മാസിന് ഏകദേശം കാര്യം പിടികിട്ടി. റബ്ബേ അല്ലാ. ഷമ്മാസ് അകെ വിയർത്തു. ഉമ്മ. നേരെ ഉമ്മാൻ്റെ റൂമിലേക്ക്. ഉമ്മ അതാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ
പൊന്നു മോനെ ഈ എവിടെ ഇരുന്നടാ? ഉമ്മ ഞാൻ ഷമ്മാസ് പറഞ്ഞില്ല സ്റ്റേഷനിലേക്കാണെന്ന് അത്യാവശ്യമായിട്ട്. എന്തിനാണ് ഈ സമയത്ത് 10 നിൽക്കുന്ന കുട്ടീനെ വിട്ട് പോകുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണേ? അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ദൂരക്കൊന്നും പോരുതെന്ന്. വിളിച്ചിട്ടും കിട്ടണില്ല. ഉമ്മ നേരെ നുസിയുടെ റൂമിലേക്ക് കടക്കുക നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ അങ്ങോട്ട് പോകണ്ട. എന്തുമ്മ? പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് റുക്കിയാത്ത അങ്ങോട്ട് വന്നു. ആ കുട്ടിൻ്റെ വാപ്പ എത്തിക്കണല്ലോ. എന്താ? സത്യം പറഞ്ഞ ഷമ്മാസിന് സങ്കടവും സന്തോഷവും ഒരുമിച്ചാണ് വന്ന്. എന്താണ്? ഹോസ്പിറ്റലിൽ പോകണ്ടേ? എന്ത് സംഭവിച്ചത്? ഒന്നുമില്ല, എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന തുടങ്ങിയിരിക്കണം, കുഴപ്പമൊന്നുമില്ല. ഒരു മണിക്കൂറും കൂടി നമുക്ക് കാത്തു നോക്കുക, എന്നിട്ട് നമുക്ക് മട്ടം പോലെ എന്താ വെച്ചാൽ കാട്ടാം. പിന്നെ 1 മണിക്കൂറിന് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നീളുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 മണിക്കൂറിൻ്റെ കണക്കുണ്ട്. അതും കൂടി ആയ ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടി ഒരു ബാപ്പയാകും. സത്യം പറഞ്ഞ ഷമ്മാസിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. യാ റബ്ബേ അല്ലാ. ഷാമോനെ ഉമ്മ വിളിച്ചു. എന്തെങ്കിലും ചൊല്ലി പറഞ്ഞുകൊണ്ടിരുന്നോ? റുക്കിയാത്ത പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഷാമോൻ ആകപ്പാടൊരു വെപ്രാളുണ്ട്. ആദ്യത്തതല്ലേ, ഒരു ഉപ്പാകാൻ പോവല്ലേ, അതിൻ്റെ ഒരു വെപ്രാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓനക്ക്. ഷാമോൻ ഒന്നും കൊണ്ട് പേടിക്കണ്ടട്ടാ, ഒരു കുഴപ്പം പറ്റൂല. അല്ലാ റബ്ബേ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഷമ്മാസ് കരയുകയായിരുന്നു. അവൻക്ക് എന്താണ് ചെയ്യുക അറിയുന്നില്ല. നുസി ഒന്ന് കാണാൻ, അവളൊന്ന് കാണാൻ. പാവം, അവൾ എന്തായിരിക്കും അനുഭവിക്കുന്നുണ്ടാകുക? റബ്ബേ അവളുടെ വേദന. ഷാമോനെ പെട്ടെന്ന് റുക്കിയാത്ത വിളിച്ചു. ഇങ്ങോട്ട് പോര്. നുസിയെ എൻ്റെ ഷാമോൻ വന്നിക്കണ്. ഷമ്മാസിന് അങ്ങോട്ട് കടക്കാൻ ഒരു മടി തോന്നി. ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ, ഇങ്ങോട്ട് പോര്, ധൈര്യമായിട്ടുണ്ട് പോര്. എന്നാൽ നുസൈബ അവിടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഷമ്മാസിനെ കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു നുസി എന്ത് പറ്റിയടി? ഇക്കാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഷമ്മാസ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഷാമോനെ കുറച്ചൊന്ന് വിട്ടുന്നാലിട്ടാ. ഓളെ തലയൊക്കെ ഒന്നിങ്ങനെ തലോടി കൊടുത്ത ഒരു സമാധാനത്തിന്, തലക്കുമ്പാത്തൊന്നും കാണ്ടേ. എന്താ പറ്റിയത്? ഇക്കാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല കേട്ടോ. അവൾ വീണ്ടും പ്രസവവേദന വന്നപ്പോൾ പുളഞ്ഞുപോയി. അത് കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ ഇല്ല, ഒന്നുമില്ല. ആദ്യമായിട്ട് പ്രസവവേദന കാണുന്ന ഷമ്മാസ് നുസൈബയുടെ ആ ഒരു വേദന കണ്ടപ്പോൾ അത് വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറി ഷമ്മാസിന്. ഇല്ല. അവൻ ആ വയറ് പതുക്കെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ റുക്കിയാത്ത പറഞ്ഞു, അത് വേണ്ട, വയറമ്മക്ക് കൊണ്ടോണ്ട, തല എങ്ങനെ തലോടി കൊടുത്തോ, അതവിടെ നിന്നോട്ടെ, അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ റെഡിയായി വരും ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂർ നമുക്ക് കാത്തിട്ട് ഇനി ഇവിടെ പ്രസവം ഇല്ലയെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. എൻ്റെ അടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അത്ര ആയിട്ടൊന്നുമില്ല, ആയി വരണേ ഉള്ളൂ. നുസി ഇക്ക എന്താ പെണ്ണേ? സത്യം പറഞ്ഞ ഷമ്മാസിനെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഷാമോനെ അനക്ക് ഇടങ്ങാറാകണ്ടി പുറത്തേക്ക് പോയിക്കോ, താത്താൻ്റെ കുട്ടി പുറത്തേക്ക് പോയിക്കോളി. സത്യം പറഞ്ഞ നുസൈബയെ വിട്ടുപോകാനും തോന്നുന്നില്ല. അത് അവൻക്ക് പുറത്ത് നിന്നാലും സമാധാനമില്ല, ഉള്ളിൽ നിന്നാലും സമാധാനമില്ല എന്ന് പറഞ്ഞ പോലായി. നുസൈബയുടെ ആ ഒരു വേദനകളെല്ലാം വരുമ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടുന്ന പോലെയാണ് അവന് തോന്നിയത്. യാ അല്ലാ റബ്ബേ, പ്രസവവേദന ഇത്രമാത്രം കഠിനമായിരിക്കോ? അല്ലാ, എൻ്റെ ഉമ്മയൊക്കെ എന്നെ എത്ര വേദനിച്ചാണ് പ്രസവിച്ചിട്ടുണ്ടാവുക. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയാണ് ഷമ്മാസ് എപ്പോഴും ഓർത്തത്. റബ്ബേ, ഒരാളും ഒരു ഉമ്മയെയും കുറ്റം പറയരുത് കേട്ടോ, കാരണം അത്രയ്ക്ക് വേദന സഹിച്ചിട്ടാണ് അവർ ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത്. ഇപ്പോൾ ഈ കാഴ്ച ഞാൻ ആദ്യമായി എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ റബ്ബേ അല്ലാഹ് റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സഗീറ, റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സഗീറ. ഷമ്മാസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്തു. അതെ, തൻ്റെ നുസി അനുഭവിക്കുന്ന ആ ഒരു പ്രസവവേദന റബ്ബേ അല്ലാഹ്, അവൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, റഹ്മാനെ വേദന നീ കുറച്ച് കൊടുക്കല്ല.
മോനെ വിഷമിക്കണ്ട, കറിയൊന്നും വേണ്ട കേട്ടോ. ഇത് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുട്ടി ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിക്കാളി, നുസൈബിനെ ഒന്ന് കെടുത്തട്ടെ. എന്നാൽ ഷമ്മാസിന് അവിടെ നിന്ന് പോരുവാനും തോന്നുന്നില്ലായിരുന്നു. നുസൈബയുടെ ആ ഒരു വല്ലാത്ത മുഖം കാണാൻ അവനക്ക് ഇക്കാൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അവളുടെ നെറ്റിയിൽ ചുടുചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതാ ഷമ്മാസ് പുറത്തേക്ക് പോകുന്നു. റബ്ബേ, മരണവേദനയാണ് പ്രസവവേദന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാ, ഷമ്മാസ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹൃദയം പൊട്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. നുസി നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 1.5 മണിക്കൂറും കൂടി നമുക്ക് കാത്തു നോക്കാം. അങ്ങനെ ഏതാ നുസൈബയുടെ പ്രസവത്തിന് വേണ്ടി പുത്തൻ വീട്ടിലെ തറവാട്ടുകാർ കാത്തു നിൽക്കുന്നു. ഷമ്മാസ് വിങ്ങി പൊട്ടുന്നു. ഉമ്മയും സമീറയും ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാ നുസൈബയുടെ പ്രസവം എന്തായി തീരും? അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ? ബ്ലീഡിംഗ് ഉണ്ടാകുമോ? അതോ സുഖമായി വീട്ടിൽ തന്നെ പ്രസവിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.